ഹായ് ഫ്രണ്ട്സ്, കോർപ്പറേറ്റ് എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറന്റ് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് പേയ്മെന്റ് ബാങ്ക്സ്. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേയ്മെന്റ് ബാങ്ക്സിനെ കുറിച്ചാണ്. പേയ്മെന്റ് ബാങ്ക്സ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പേയ്മെന്റ് ബാങ്ക്സിന് ചെയ്യാൻ കഴിയും, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയില്ല, ഫസ്റ്റ് വന്ന പേയ്മെന്റ് ബാങ്ക് ഏതാണ്, 100% ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന പേയ്മെന്റ് ബാങ്ക് ഏതാണ്, ഏതൊക്കെയാണ് പേയ്മെന്റ് ബാങ്ക്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പേയ്മെന്റ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. പേയ്മെന്റ് ബാങ്ക്സ് ആർ ന്യൂ മോഡൽ ഓഫ് ബാങ്ക്സ് കൺസെപ്ച്വലൈസ്ഡ് ബൈ RBI. RBI കൊണ്ടുവന്ന ഒരു പുതിയ മോഡൽ ഓഫ് ബാങ്ക്സ് ആണ് പേയ്മെന്റ് ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് രണ്ട് ആക്ടിന്റെ കീഴിലാണ്. നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും. ദ ബാങ്ക്സ് വിൽ ബി ലൈസൻസ്ഡ് അണ്ടർ സെക്ഷൻ 22 ഓഫ് ദി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് അതിന് ലൈസൻസ് ലഭിക്കുന്നത്. ലൈസൻസ് ലഭിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22. സെക്ഷൻ 22 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 22 പ്രകാരം ലൈസൻസ് കിട്ടുന്നു. രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? രജിസ്റ്റേർഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. അപ്പൊ രജിസ്ട്രേഷൻ കിട്ടുന്നത് കമ്പനീസ് ആക്ട് പ്രകാരവും ഒരു കമ്പനിയായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്. ലൈസൻസ് കൊടുക്കുന്നത് RBI ആണ്, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിലാണ്. അപ്പൊ ഈ രണ്ട് ആക്ട് ഓർത്തു വെച്ചേക്കുക. ദ നെക്സ്റ്റ് കമ്മിറ്റി റെക്കമെൻഡഡ് പേയ്മെന്റ് ബാങ്ക്സ് ഇസ് നച്ചിക്കറ്റ്-മോർ കമ്മിറ്റി. അപ്പൊ നച്ചിക്കറ്റ്-മോർ കമ്മിറ്റിയാണ് ഈ പേയ്മെന്റ് ബാങ്ക്സ് റെക്കമെൻഡ് ചെയ്തത്. എന്നാൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത ആരായിരുന്നു? ഉഷാ തൊറാട്ട് കമ്മിറ്റി ആയിരുന്നു. നച്ചിക്കറ്റ്-മോർ. അപ്പൊ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് അത് മാറിപ്പോകുന്നുണ്ടെങ്കിൽ പേ മോർ എന്ന് ഓർത്താൽ മതി. പേ മോർ. പേയ്മെന്റ് ബാങ്ക്സ് നച്ചിക്കറ്റ്-മോർ. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഇനി മിനിമം ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് എ പേയ്മെന്റ് ബാങ്ക് 100 crore ആണ്. 100 കോടിയാണ് ഒരു പേയ്മെന്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മിനിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ സ്മോൾ ഫിനാൻസ് ബാങ്കിന് എത്രയായിരുന്നു? 200 കോടിയായിരുന്നു അല്ലെ? ഡബിൾ ആയിരുന്നു. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി ഗെറ്റ് ലിസ്റ്റഡ് ഇഫ് നെറ്റ് വർത്ത് ക്രോസ് 500 crore. ഇനി ഈ പേയ്മെന്റ് ബാങ്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർസ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ നെറ്റ് വർത്ത് 500 കോടി ക്രോസ് ചെയ്ത് 500 കോടിയിൽ കവിഞ്ഞാൽ മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ കഴിയൂ. ഇനി ആർക്കൊക്കെ പേയ്മെന്റ് ബാങ്ക് പ്രൊമോട്ട് ചെയ്യാന്നാണ്. അവിടെ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നമ്മൾ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാന്ന് പഠിച്ചു. ഇവിടെ ആർക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാം? ടെലികോം കമ്പനീസ്, ഇപ്പൊ എയർടെൽ പോലെ ഉള്ള കമ്പനീസിന്, പിന്നെ NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്, ബാങ്കിങ് കറസ്പോണ്ടന്റ്. എന്താണ് ബാങ്കിങ് കറസ്പോണ്ടന്റ്? ഇപ്പൊ SBI പോലുള്ളൊരു ബാങ്ക്, അവർക്ക് ഇപ്പൊ റൂറൽ അപ്പൊ ഈ ഫിനാൻഷ്യൽ സർവീസസ് ഒന്നും എത്തിയിട്ടില്ലാത്ത വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ അവർക്ക് ബാങ്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. വളരെ എക്സ്പെൻസീവ് ആണ്, ചെലവ് കൂടുതലാണ്. അങ്ങനെയുള്ള ഈ ഏരിയയിൽ ഇവർക്ക് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഒരു ബാങ്ക് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ NBFC പോലെയുള്ള അല്ലെങ്കിൽ NGO പോലെയുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ഇവരെന്ത് ചെയ്യും? അവിടെ അപ്പോയിന്റ് ചെയ്യും. ഇവർക്ക് ഈ അവിടെയുള്ള ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്കിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് ഈ ഓർഗനൈസേഷനെ അവിടെ അവരാക്കും. അവരാണ് അവിടെയുള്ള ആ റൂറൽ ഏരിയയുടെ മൊത്തം ഫിനാൻഷ്യൽ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത്. ഈ ബാങ്കിങ് കറസ്പോണ്ടന്റ് ആയിരിക്കും. അതാണ് ഈ ബാങ്കിങ് കറസ്പോണ്ടന്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആർക്ക് തുടങ്ങാം? സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്. അപ്പൊ റീറ്റെയിൽ പോലെയുള്ള, റീറ്റെയിൽ ഒരു എക്സാമ്പിൾ ആണ് സൂപ്പർ മാർക്കറ്റ് ചെയിന്. അപ്പൊ അതുപോലെയുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാം? ഈ പേയ്മെന്റ് ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യാം. കോർപ്പറേറ്റ്സ്, കമ്പനികൾക്ക് തുടങ്ങാം. ഇനി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഇപ്പൊ നമ്മുടെ പോസ്റ്റൽ ബാങ്ക് തുടങ്ങിയില്ലേ, പോസ്റ്റ്, അതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പൊ അതുപോലെയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനും എന്ത് തുടങ്ങാം? പേയ്മെന്റ് ബാങ്ക്സ് തുടങ്ങാം. അപ്പൊ ടെലികോം കമ്പനീസ്, NBFCs, ബാങ്കിങ് കറസ്പോണ്ടന്റ്, സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്, കോർപ്പറേറ്റ്സ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അപ്പൊ ഇത്രയും പേർക്കും പേയ്മെന്റ് ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യാം.
ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് ഓഫ് പേയ്മെന്റ് ബാങ്ക്സ് ആണ്. പേയ്മെന്റ് ബാങ്ക്സിന് തന്നെയായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്? ദേ ക്യാൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് അപ് ടു 1 lakh പെർ കസ്റ്റമർ. അതായത് ഡെപ്പോസിറ്റ് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ എത്ര മാത്രമേ കഴിയൂ? ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും മാക്സിമം 1 ലക്ഷം മാത്രമേ അവർക്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂ. ഇനി ഏതൊക്കെ ഡെപ്പോസിറ്റ് ആണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? ഓൺലി സേവിങ്സ് ആൻഡ് കറണ്ട്, അതായത് കാസ മാത്രമേ, കറണ്ടും സേവിങ്സും മാത്രമേ അവർക്ക്, ആ ഡെപ്പോസിറ്റ്സ് മാത്രമേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ടേം ഡെപ്പോസിറ്റ് ആയ FDയും RDയും ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. അതിൽ തന്നെ 1 ലക്ഷമാണ് അല്ലേ, കാസ ഡെപ്പോസിറ്റ്സ് 1 ലക്ഷം ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് മാക്സിമം 1 ലക്ഷം മാത്രമേ കളക്ട് ചെയ്യാൻ കഴിയൂ. നെക്സ്റ്റ് സ്പെഷ്യാലിറ്റി എന്താണ്? നോട്ട് ഗിവ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുകയാണ്. അപ്പൊ അതിവിടെ RBI നിരോധിച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ലോൺസും അഡ്വാൻസസും പേയ്മെന്റ് ബാങ്ക്സിന് ബാങ്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ലോൺസും അഡ്വാൻസസും കൊടുക്കാൻ കഴിയില്ല. അത് നോട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ 75% ഓഫ് ദെയർ ഡെപ്പോസിറ്റ്സ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓർ ബോണ്ട്സ് ആൻഡ് 25% ഇൻ അതർ ബാങ്ക്സ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇപ്പൊ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തിട്ടാണ് മേജർ ബാങ്ക്സും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു പേയ്മെന്റ് ബാങ്കിന് എങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയും? ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ കഴിയുന്നത്? അതിനുള്ള മാർഗമാണ് RBI നിർദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ ഡെപ്പോസിറ്റ്, അവരിപ്പോ 100 കോടി ഡെപ്പോസിറ്റ് അവർക്ക് കിട്ടിയാൽ അതിൽ 75 ലക്ഷം ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിൽ നിന്ന് അവർക്ക് ഏണിംഗ് കിട്ടും. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് ട്രഷറി ബിൽസ്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ക്യാഷ് മാനേജ്മെന്റ് ബിൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക, അതിനകത്ത് അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 കോടി ഡെപ്പോസിറ്റ് കിട്ടിയാൽ 75 ലക്ഷം രൂപ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ട്സിൽ ഈ പേയ്മെന്റ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഇനി അടുത്ത ബാക്കി വരുന്ന 25 ലക്ഷം മറ്റുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. മറ്റുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ്. ഇപ്പൊ 75% ഗവൺമെന്റ് സെക്യൂരിറ്റീസിലാണ് നിക്ഷേപിക്കേണ്ടത്, 25% മറ്റുള്ള ബാങ്കുകളിൽ. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് ഈ പേയ്മെന്റ് ബാങ്കിന് കിട്ടുന്നത്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊണ്ടുള്ള ഒരു പ്രോഫിറ്റ് ആർക്കില്ല? പേയ്മെന്റ് ബാങ്ക്സിന് ഇല്ല. 25% ബ്രാഞ്ചസ് ഇൻ അൺബാങ്ക്ഡ് ഏരിയാസ്. അപ്പൊ RBIയുടെ ഗൈഡ് ലൈൻ ആണ്, പേയ്മെന്റ് ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 25%, 100 ബ്രാഞ്ച് തുടങ്ങിയാൽ 25 ബ്രാഞ്ച് അൺബാങ്ക്ഡ് ഏരിയയിലായിരിക്കണം. ബാങ്കിങ് ഒന്നും ചെന്നെത്തിയിട്ടില്ലാത്ത ഏരിയകളിലായിരിക്കണം, റൂറൽ ഏരിയാസിലായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് FDI ലിമിറ്റ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് വിദേശത്ത് നിന്നുള്ള നിക്ഷേപം ഈ ബാങ്കുകൾക്ക് കൊണ്ടുവരാം. എത്രയാണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്? 74% വരെ ഫോറിനിൽ നിന്ന്, വിദേശ നിക്ഷേപം ഈ പേയ്മെന്റ് ബാങ്ക്സിന് സ്വീകരിക്കാം. ആണ് FDI ലിമിറ്റ് അപ് ടു 74%. ഇനി പേയ്മെന്റ് ബാങ്കുകളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വാട്ട് ദേ ക്യാൻ ഡു ആൻഡ് വാട്ട് ദേ കാൺ ഡു. എന്തൊക്കെ അവർക്ക് ചെയ്യാം, എന്തൊക്കെ അവർക്ക് ചെയ്തുകൂടാ. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് ബാങ്ക്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ദേ ക്യാൻ ഓഫർ ഇന്റർനെറ്റ് ബാങ്കിങ്. ഇന്റർനെറ്റ് ബാങ്കിങ് അവർക്ക് ഓഫർ ചെയ്യാം. സെൽ മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ്, പെൻഷൻസ്. മ്യൂച്വൽ ഫണ്ട്സും ഇൻഷുറൻസും പെൻഷൻസും എല്ലാം അവർക്ക്, അതിലുള്ള എല്ലാ സർവീസസും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഓഫർ ATMs. ATMസിന്റെ മറ്റൊരു പേരാണ് ഡെബിറ്റ് കാർഡ് അല്ലേ. അപ്പൊ ATMs അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയും. ആക്ട് ആസ് ബാങ്കിങ് കറസ്പോണ്ടന്റ് ഓഫ് അനദർ ബാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പൊ ഒരു ബാങ്കിന്റെ, ഇപ്പൊ SBI, PNB അതുപോലെയുള്ള വലിയ വലിയ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയൊക്കെ ബാങ്കിങ് കറസ്പോണ്ട് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് എന്താണ് കിട്ടുന്നത്? അവർക്ക് കമ്മീഷൻ ലഭിക്കും. അപ്പൊ അവർക്കൊരു റവന്യൂ ആണ്. അങ്ങനെ പ്രവർത്തിക്കാം. അപ്പൊ ഇത്രയും അവർക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്ന സർവീസസ് ആണ്. ഇനി വാട്ട് ദേ കാൺ ഡു, എന്തൊക്കെ അവർക്ക് ചെയ്തുകൂടാ? നോട്ട് ഗിവ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാൻ പാടില്ല. നോട്ട് അക്സെപ്റ്റ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് NRI ഡെപ്പോസിറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കാസ ഡെപ്പോസിറ്റ്സ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. കറണ്ട് സേവിങ്സ് ഓൺലി അല്ലെ. ടേം ഡെപ്പോസിറ്റ് FD RD അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ NRI ഡെപ്പോസിറ്റ്, പുറത്തുള്ള നമ്മുടെ ഇന്ത്യക്കാരുടെ പുറത്തുള്ള ഇന്ത്യക്കാരുടെ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നോട്ട് ഓഫർ ക്രെഡിറ്റ് കാർഡ്സ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. നമുക്കറിയാം ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാൻ കഴിയുന്നില്ല, അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സും
എന്ത് ചെയ്യുന്നില്ല, ഓഫർ ചെയ്യുന്നില്ല. എന്നാൽ ഡെബിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് പഠിക്കാം. നോട്ട് ഹാൻഡിൽ ക്രോസ് ബോർഡർ റെമിറ്റൻസസ്. അതുപോലെ ക്രോസ് ബോർഡർ റെമിറ്റൻസ് അവർ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഫോറക്സിൽ നിന്ന്, ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്രയുമാണ് എന്തൊക്കെ അവർക്ക് ചെയ്യാം, എന്തൊക്കെ അവർക്ക് ചെയ്തുകൂടാ. RBI gave approval of 11 payment banks. 11 ബാങ്കുകൾക്കാണ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്തത്. അപ്പൊ ആദ്യമായിട്ട് 41 ആപ്ലിക്കേഷൻസ് ആണ് പേയ്മെന്റ് ബാങ്ക്സിന് കിട്ടിയത്, തുടങ്ങാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. അതിൽ 11 ബാങ്കുകൾക്കാണ് അപ്രൂവൽ കൊടുത്തത്. എന്നാൽ ഇപ്പോ ആക്റ്റീവായിട്ടുള്ളത് ഏതാണ്ട് 6 പേയ്മെന്റ് ബാങ്ക്സുകൾ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി, കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട ഇപ്പൊ ആക്റ്റീവായിട്ടുള്ളത് ഞാൻ വായിക്കാം. എയർടെൽ പേയ്മെന്റ് ബാങ്ക്സ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ്, ഫീനോ പേയ്മെന്റ് ബാങ്ക്സ്, ജിയോ പേയ്മെന്റ് ബാങ്ക്സ്, പേടിഎം പേയ്മെന്റ് ബാങ്ക്സ്, NSDL നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. അപ്പൊ ഇത്രയും പേരാണ്, അങ്ങനെ 6 പേരാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള പേയ്മെന്റ് ബാങ്ക്സ്. ഇതിൽ ഫസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. എസ്റ്റാബ്ലിഷ് ആയത് 2017 ജനുവരിയിലാണ്. അപ്പൊ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആയതുകൊണ്ട് അത് കുറച്ച് ഡീറ്റെയിൽഡ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ബ്രാഞ്ച് എവിടെയാണ് തുടങ്ങിയത്? ജയ്പൂർ. അപ്പൊ എയർടെലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി ആണെങ്കിലും ഫസ്റ്റ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ജയ്പൂർ ആണ്. എയർടെൽ പേയ്മെന്റ് ബാങ്ക് തുടങ്ങിയിരിക്കുന്നത് ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ്. എയർടെല്ലും കൊഡാക് മഹീന്ദ്രയുമായിട്ട് ചേർന്നിട്ടാണ് പേയ്മെന്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴത്തെ പ്രസന്റ് MD അനുബ്രത വിശ്വാസാണ്. ഫസ്റ്റ് ടാഗ് ലൈൻ, ആദ്യത്തെ ടാഗ് ലൈൻ ഇവർ തുടങ്ങിയപ്പോൾ ടാഗ് ലൈൻ ബാങ്കിങ് ഈസ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്നായിരുന്നു. ഇപ്പോഴത്തെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ഫസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. അത് തന്നെയാണ് എയർടെൽ അല്ലേ? അപ്പൊ അത് ഓർക്കാൻ എളുപ്പമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ടാഗ് ലൈൻ. 100% ഗവൺമെന്റ് ഓൺഡ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ്. അതിൽ 100% ഓഹരിയും ഗവൺമെന്റ് തന്നെയാണ്, ജോയിന്റ് വെഞ്ചർ ആയിട്ടൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPPB എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. അതുകൂടെ ഓർത്തിരിക്കുക. ഇനോഗ്രേറ്റ് ചെയ്തത് 2018 സെപ്റ്റംബർ 1 പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. ഇപ്പോഴത്തെ MD സുരേഷ് സേഠിയാണ്. ഫസ്റ്റ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് റായ്പൂരിലും റാഞ്ചിയിലുമാണ്. 2017 ജാനുവരിയിലാണ് ഈ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് ഇനോഗ്രേഷൻ ചെയ്തതെന്ന്. കാരണം ഈ RBI 18 മാസത്തെ കാലാവധി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ 18 മാസത്തെ കാലാവധി കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഈ 18 മാസത്തിനുള്ളിൽ ഇവര് ഫുൾ ബാങ്കിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിയിരിക്കണം, ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഇവർക്ക് ലൈസൻസ് ലഭിക്കൂ. അപ്പൊ 18 മാസത്തെ പീരീഡിനുള്ളിൽ ഈ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ 2017 ജാനുവരിയിലാണ് അവർ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇനോഗ്രേഷൻ ലൈസൻസ് കൊടുക്കുന്നതും. അതിനുശേഷം ഇനോഗ്രേഷൻ 2018 സെപ്റ്റംബർ 1. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ടാഗ് ലൈൻ ഓർത്തിരിക്കുക, ആപ്കാ ബാങ്ക് ആപ്കെ ദ്വാർ എന്നുള്ളതാണ്. ആപ്കാ ബാങ്ക് ആപ്കെ ദ്വാർ എന്നുള്ളതാണ് അതിന്റെ ടാഗ് ലൈൻ. ഇപ്പൊ പ്രധാനപ്പെട്ട പേയ്മെന്റ് ബാങ്ക്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എയർടെൽ പേയ്മെന്റ് ബാങ്ക് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ പോസ്റ്റും ന്യൂഡൽഹിയിലാണ്. ഫീനോ പേയ്മെന്റ് ബാങ്ക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ജിയോ പേയ്മെന്റ് ബാങ്ക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. പേടിഎം പേയ്മെന്റ് ബാങ്ക്സ് നോയിഡയിലാണ്. ഇനി SBIയുമായിട്ട് ജോയിന്റ് വെഞ്ചറിൽ പ്രവർത്തിക്കുന്ന പേയ്മെന്റ് ബാങ്ക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ജിയോയാണ്. ജിയോ പേയ്മെന്റ് ബാങ്ക്സ് ജോയിന്റ് വെഞ്ചർ ഓഫ് റിലയൻസ് ജിയോ ആൻഡ് SBI. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ജോയിന്റ് വെഞ്ചറിൽ പ്രവർത്തിക്കുന്ന പേയ്മെന്റ് ബാങ്ക് ഏതാണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അത് ജിയോയാണ്. അത് ഓർത്തിരിക്കുക. ഇനി സറണ്ടർ ചെയ്തവരുണ്ട്. ഈ 18 മാസം പീരീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാ സൗകര്യങ്ങൾ ഒരുക്കാൻ, പേയ്മെന്റ് ബാങ്കിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും 18 മാസത്തെ പീരീഡാണ് കൊടുത്തിരുന്നത്. എന്നാൽ ആ സമയത്തിനുള്ളിൽ ഇത് ചെയ്യാൻ കഴിയാതെ ലൈസൻസ് സറണ്ടർ ചെയ്തവരുണ്ട്. അതാണ് സൺ ഫാർമ, ചോളമണ്ഡലം, ടെക് മഹീന്ദ്ര. ഇങ്ങനെ 3 പേര് അപ്പോൾ തന്നെ അവരുടെ ലൈസൻസ് സറണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദിത്യ ബിർള പേയ്മെന്റ് ബാങ്ക് എന്നൊരു പേയ്മെന്റ് ബാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഏതാണ്ട് നിലച്ച രീതിയിലാണ്, പ്രവർത്തനമൊക്കെ നിലച്ച രീതിയിലാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലായിരുന്നു. അപ്പൊ ഇത്രയുമാണ് പേയ്മെന്റ് ബാങ്ക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതാണ്ട് എല്ലാ പോയിന്റ്സും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. Meet you again in the next video. Thank you.